അമ്മൂമ്മക്കുട്ടി ഓർമ്മയുണ്ടോ ഇപ്പൊ പേര്? ഉണ്ട് ഒരുപാട് ഓർമ്മയുണ്ട്. എന്ത് പറയുന്നത്? സുഖമായിട്ടിരിക്കുന്നു. പൊക്ക വെച്ച് ഭയങ്കര സുന്ദരിയായല്ലോ. താങ്ക് യു. വെരി നൈസ് വെരി നൈസ്. ഇപ്പൊ ഹൈദരാബാദിലാണോ തൃപ്പൂണിത്തുറയാണോ? അല്ല, തൃപ്പൂണിത്തുറ തന്നെ. ഇവിടെ സെറ്റിലായി. വെരി ഗുഡ്. നമ്മ ഊരിലെ ഇറക്ക്. അതെ. അമ്മയെ കണ്ടു. അച്ഛൻ എന്ത് പറയുന്നു? അച്ഛൻ ദുബായിൽ തന്നെ സുഖമായിട്ടിരിക്കുന്നു. സുഖമായിട്ടിരിക്കുന്നു. എല്ലാം സുഖമായിട്ട് പോകുന്നു. പാട്ട് എങ്ങനെയുണ്ട്? പാട്ട് നന്നായിട്ട് പോകുന്നു. ഈ തവണ സ്റ്റേറ്റില് CBSE കലോത്സവത്തിന് ക്ലാസിക്കലിന് സെക്കൻഡ്, ലൈറ്റ് മ്യൂസിക്കിന് ഫസ്റ്റ് കിട്ടി. കൺഗ്രാജുലേഷൻസ്. ബെസ്റ്റ് താങ്ക് യു. ബെസ്റ്റ് കണ്ണാ ബെസ്റ്റ്. നന്നായിട്ട് പോട്ടെ. ഇനി ഇരുന്നോളൂ. അല്ല ഞാൻ ഇരിക്കാം. ഞാൻ എന്റെ മകൾ വരുന്ന കണ്ട് എനിക്ക് സഹിക്കാൻ പറ്റാതെ അടിച്ചു. താങ്ക് യു. സത്യത്തില് എനിക്ക് എന്ത് പറയണമെന്ന് കിട്ടുന്നില്ല. കാരണം അത്രയും അധികം സന്തോഷാണ് വൈഷ്ണവിക്കുട്ടി വീണ്ടും Thank you, കാണാനായിട്ട്. എനിക്കും ഒരുപാട് സന്തോഷം. ആ ഒരു ഫസ്റ്റ് സീസണില് എത്ര അധികം ഞാൻ എന്റെ കുഞ്ഞുങ്ങളെ സ്നേഹിച്ചെന്ന് എനിക്ക് പോലും ചിലപ്പോ ഈ നിമിഷങ്ങളിലായിരിക്കും മനസ്സിലാവുന്നത്. കൂടുതൽ അത്രയും ഡീപ്പാണ് ഓരോ പാട്ടുകൾ. ഇവര് പാടുന്ന ഓരോ പാട്ടുകൾ മധുവിനറിയാം. അതെ അതെ. ഓരോ പാട്ടുകൾ പാടാനായിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചിരിക്കും. അതെ, നമുക്കെല്ലാം അറിയാല്ലേ. നമ്മള് എത്രത്തോളം നമ്മളിങ്ങനെ കരുതി നമ്മൾ കൊണ്ടുവന്നതാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ. വൈഷ്ണവി പ്രത്യേകിച്ചും ഞാൻ ഇപ്പോഴും ഓർക്കുന്നത് എന്റെ മടിയിലിരുന്ന് പാടിയ ആ ഒരു പാട്ടാണ്, എൻ പൂവേ പൊൻപൂവേ രാരീരാരം പൂവേ എന്നുള്ളത്. അത് അന്ന് പാടിയത് അൺബിലീവബിൾ ആണ്. ഇവിടെ ഇപ്പോ കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ ദിയക്കുട്ടി പാടിയപ്പോഴത്തേക്ക് ഞാൻ വൈഷ്ണവി കുട്ടിയെ പറ്റി ആലോചിച്ചു. ആ ഒരു പെർഫെക്ഷനിൽ വരുന്ന ഒരു കാറ്റഗറിയിലുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു. ഇപ്പൊ രണ്ടാമത് ഇപ്പൊ വലിയ കുട്ടി ആയതിനു ശേഷം അങ്കിളിന് കേൾക്കാനായിട്ടുള്ള മാറി. എൻ പൂവേ പൊൻപൂവേ ജസ്റ്റ് ഒരു 2 ലൈൻ പുതിയ ശബ്ദത്തിൽ കേൾക്കാം. പഴയ ശബ്ദത്തിലല്ലല്ലോ ഇപ്പൊ പുതിയ ശബ്ദമല്ലേ. സൂപ്പർ സൂപ്പർ.